ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജാമ്യ ഹർജിയിലൂടെ രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് പറയുകയാണ്, ഈ പെൺകുട്ടി വിവാഹിതയാണ്. ഒന്ന്, ഒരു ബി ജെ പി നേതാവിന്റെ, ഒരു പ്രാദേശിക ബി ജെ പി നേതാവിന്റെ ഭാര്യയാണിത്. പാലക്കാട്ടുകാരനായ ഒരു ബി ജെ പി നേതാവിന്റെ, ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞാൽ വലിയ നേതാവ് ഒന്നും ആയിരിക്കില്ല, ഒരു പ്രാദേശിക തലത്തിലുള്ള നേതാവായിരിക്കും, അങ്ങനെ ഒരാളുടെ ഭാര്യയാണിത് എന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് പറയുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടം പറയാണ്, ഈ പെൺകുട്ടി ഭർത്തുമതിയാണ്, അതായത് വിവാഹിതയാണ്. വിവാഹിതയായ ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടായാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ഞാനല്ല, അതിന്റെ ഉത്തരവാദിയെ അവളുടെ ഭർത്താവാണ്. എന്ത് ക്ലിയർ ആയിട്ടാണ് ഈ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചു ചാടിയ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ആകെ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പറയുന്നു, ആ പെൺകുട്ടി വിവാഹിതയാണ്, ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം അതിന്റെ ഭർത്താവാണ്. ഇനി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അതും പറയുന്നു, ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതൊരു സദാചാര പ്രശ്നമാണ്, അതൊരു ലീഗൽ ഇഷ്യൂ അല്ല. ആ പെൺകുട്ടി ഭർത്തുമതിയായ പെൺകുട്ടി, വിവാഹിതയായ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്തു തുടങ്ങിയെന്നാ പറയുന്നത് കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടാവുന്നത് എനിക്കാണ്, ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് ചാറ്റ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അങ്ങോട്ടേക്ക് രാഹുലിനെ വല വീശി പിടിക്കുകയായിരുന്നു. അങ്ങനെ രാഹുൽ ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് രാഹുൽ ഈ പെൺകുട്ടിയോട് ഇവർ തമ്മിലുള്ള സ്വാഭാവികമായും ഇവരുടെ പ്രണയം ഇങ്ങനെ മൂർച്ഛിക്കുന്നു, ഇവർ തമ്മിൽ ഒരുപാട് സെക്ഷൽ റിലേഷൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നത് രാഹുലിൽ നിന്നല്ല എന്നാണ് രാഹുൽ പറയുന്നത്. ആരിൽ നിന്നാണെങ്കിലും ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നു. പെൺകുട്ടി ഈ ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിക്കുന്ന പെൺകുട്ടി തന്നെയാണ്. അത് നേരത്തെ തന്നെ പെൺകുട്ടി പറഞ്ഞതാണ്. പെൺകുട്ടി പറഞ്ഞത് രാഹുലിന്റെ ഏതോ ഒരു ഫ്രണ്ട് കൊണ്ടുകൊടുത്ത ഗുളികയാണ് കഴിച്ചതെന്ന്. പെൺകുട്ടിയെ LKG പഠിക്കുന്ന പെൺകുട്ടി അല്ലല്ലോ. ഈ പെൺകുട്ടി ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഗർഭം അബോർട്ട് ചെയ്യാനുള്ള, ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പരപ്രേരണയുമില്ല, ആരും നിർബന്ധിച്ച് വായിൽ കുത്തിക്കറ്റിയതല്ല, പെൺകുട്ടിയുടെ വായിൽ കുത്തിക്കറ്റിയതല്ല മാപ്രകളെ. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. മുഴുവൻ ചാനലുകളിലൊക്കെ പറയുന്നു രാഹുൽ നിർബന്ധിച്ച് പെൺകുട്ടിയെ, അതാണ് ഏറ്റവും വലിയ ഒരു ചാർജ് ഷീറ്റായി കൊടുത്തത്. രാഹുൽ നിർബന്ധിച്ച് പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തിക്കുകയായിരുന്നു. രാഹുൽ ആ സ്പോട്ടിലേ ഇല്ല. മരുന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പെൺകുട്ടി പറഞ്ഞത്. എനിക്ക് മരുന്ന് കൊണ്ട് തന്നത് രാഹുലിന്റെ, അല്ലെങ്കിൽ ഗുളിക കൊണ്ട് തന്നത് രാഹുലിന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറയുന്നു. രാഹുൽ പറയുന്നു അതെനിക്കറിയില്ല, പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത്, ഞാനാണത് കുടിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പെൺകുട്ടി തന്നെ പറഞ്ഞു ആ ഗുളിക ഞാനാണ് കുടിച്ചത്, എന്നിട്ടാണ് എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത്, എന്റെ ശരീരമാകെ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു, എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നു എന്നൊക്കെ പെൺകുട്ടി പറയുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നു, ഞാൻ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചിട്ടില്ല, അത്ര ഒരു ഗുളിക കൊടുത്തിട്ടില്ല, അത് കഴിച്ചത് പെൺകുട്ടി തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് രാഹുൽ വളരെ ഭംഗിയായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ദീർഘകാലം ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ദീർഘകാലം സൗഹൃദത്തിലായിരുന്നവര് ഒരു ഘട്ടത്തിൽ പിരിയുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയരാറുണ്ട്. സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് ഈ ലൈംഗിക ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല. സൗഹൃദത്തിലായിരുന്ന കാലത്ത് രണ്ട് മുതിർന്നവർ തമ്മിൽ, പ്രായപൂർത്തിയായവർ തമ്മിൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് അവസാനം ഇത് ബ്രേക്കപ്പ് ആകുമ്പോൾ പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊണ്ടുവരരുത് എന്ന് സുപ്രീം കോടതിയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ ന്യൂഡൽഹിയിലെ ഏതോ ഒരു ഇത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഒരു വേർഡിക്റ്റ് ഉണ്ട്. വളരെ കൃത്യമായതിൽ പറയുന്നുണ്ട്, ദീർഘകാലത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, ആ സൗഹൃദ ബന്ധങ്ങളിലൂടെ, സെക്ഷൽ റിലേഷനിലൂടെ ഇത്തരത്തിലുള്ള ഇനി ഗർഭം ഉണ്ടാകാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, കുറെ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ ബ്രേക്കപ്പ് ആവുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞാൽ അതിൽ ഒരു കഴമ്പുമില്ല, അതിലൊരു കേസുമില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പരാതികൾ മുഴുവൻ വ്യാജമാണെന്ന് തെളിയുകയാണ്. ഒരു ബലാത്സംഗവും ഉണ്ടായിട്ടില്ല. കോടതിയിലെത്തുമ്പോൾ ഇതൊക്കെ 8 നിലയിലല്ല 800 നിലയിൽ പൊളിയും. കാരണം ഈ പെൺകുട്ടിയുടെ ചാറ്റുകളും പെൺകുട്ടിയുടെ ശബ്ദരേഖകളൊക്കെ നേരത്തെ തന്നെ പൊതുസമൂഹത്തിലുള്ളതാണ്. ഇതൊക്കെ ഈ പെൺകുട്ടിയുടെ തന്നെയാണ്. ആ പെൺകുട്ടി വളരെ കൃത്യമായി അതിൽ ഒരു ബലാത്സംഗ കഥയും പറയുന്നില്ല.
അവസാനം ഈ പോലീസിൽ മാത്രമാണ് ഈ ബലാത്സംഗ കഥ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പോലീസാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത്. രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്, അതായത് ഈ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവായ തനിക്കെതിരെ മനഃപൂർവ്വം സിപിഎമ്മും ബി ജെ പിയും കൂടി എന്താ പറയാ സംയുക്തമായി ഉണ്ടാക്കിയ ഒരു വ്യാജ ആരോപണമാണ്, അല്ലെങ്കിൽ തനിക്കെതിരായി ഇവർ എന്താ പറയാ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു ലൈംഗിക ഒരു പീഡന ആരോപണമാണ് എന്നാണ് രാഹുൽ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതില് വളരെ കൃത്യമായി ഈ ഒരു സദാചാരത്തിന്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതല്ലല്ലോ കാര്യം. സദാചാരത്തിന്റെ പ്രശ്നത്തിൽ കോടതിക്ക് ഇടപെടാനുള്ള റൈറ്റ് ഒന്നുമില്ല. അത് വേറെ കാര്യം, അത് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക്. ഞാനിതിൽ പറയുന്നത് രാഹുൽ ഇതിൽ പൊളിഞ്ഞുപോയ കാര്യങ്ങൾ, ഒന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാദങ്ങൾ പൊളിയുകയാണ്. നമുക്കറിയാം, കോടതി പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിലുള്ള തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെയുള്ള ഓഡിയോയിൽ അതൊന്നുമില്ല. പിന്നെ ഈ ബലാത്സംഗം ചെയ്തിക്കാണെങ്കിൽ തന്നെ നിരന്തരം എല്ലാ ദിവസവും എന്നെ ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ എല്ലാ ദിവസവും ബലാത്സംഗം ചെയ്യാൻ നിന്ന് കിടക്കലാണോ? അപ്പൊ ഈ പെൺകുട്ടി ഒരുപക്ഷെ തെറ്റിദ്ധാരണയായിരിക്കാം. അതായത് സാധാരണ രീതിയിലുള്ള സെക്ഷൽ റിലേഷനെ ഒരുപക്ഷെ ബലാത്സംഗമായി പെൺകുട്ടി കണക്കാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് അത് ബലാത്സംഗം എന്ന് എഴുതി ഈ പെൺകുട്ടിക്ക് അതായത് പെൺകുട്ടിയുടെ കേസ് തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ദുഷ്ടലാക്കായിരിക്കാം ഈ ബലാത്സംഗം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. നിർബന്ധിത ഗർഭഛിദ്രവും ഇല്ല എന്ന് പെൺകുട്ടി തന്നെ പറയുന്നു. ആ ഗുളിക കഴിച്ച ഞാനാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഒരു ഗുളിക കഴിക്കുമ്പോൾ അത് ഗർഭചിത്രത്തിനുള്ള ഗുളികയാണ് എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ അത് കൊണ്ടുകൊടുത്തത് ആരെങ്കിലും ആവട്ടെ ആ പെൺകുട്ടിക്ക് അറിയാമല്ലോ ഇത് ഗർഭചിത്രത്തിനുള്ള ഗുളികയാണ് എന്ന്. പിന്നെ എന്ത് പരപ്രേരണ, പിന്നെ എന്ത് നിർബന്ധിതം? ഒരു നിർബന്ധിതമില്ല, പെൺകുട്ടി ഒറ്റക്കാണ് കഴിച്ചത്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി ഇതുവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഈ അങ്ങനെ ഇത് പുറത്ത് പറയണമെന്നില്ല, എങ്കിലും ഞാൻ പറയാണ്, ഈ ഒരു സംഭവം വന്ന ഇന്നലെ വരെ ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നൊരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു. വിവാഹിതയായാൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ നിന്നോട്ടെ. ഞാൻ പറയുന്നത്, വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അഭീത വീഴ്ച നടത്തി കഴിഞ്ഞാൽ അതിലെന്ത് പീഡനം? അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഒരു സൗഹൃദം, അവർ കണ്ടെത്തുന്ന ഒരു സൗഹൃദ മേഖല, അതിൽ അവർ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ പീഡന പരാതിയിൽ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ പരാതി പൊളിയാണ് എന്ന്, അല്ലെങ്കിൽ ഈ കെട്ടിപ്പൊക്കിയുണ്ടായ പരാതിയാണ്, അല്ലെങ്കിൽ വ്യാജ പരാതിയാണ് എന്നുള്ളത് ഈ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാമർശിച്ച ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ ആർക്കും തിരിയുന്ന ഒരു കാര്യമാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി മുൻകൂർ ജാമ്യം കൊടുക്കോ ഇല്ലേ, കോടതി ഇത് കേസാക്കോ, ഇനി രാഹുലിനെ തൂക്കിലേറ്റോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് തീരുമാനിക്കട്ടെ. പക്ഷേ പൊതുസമൂഹം കാരണം അങ്ങനെയാണല്ലോ, എന്ത് കേസ് കോടതിയിൽ എന്ത് വന്നു കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് അറിയാം എന്താണ് സത്യമെന്ന്. ഇവിടെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ അയാൾ കുറ്റവാളിയാണോ കുറ്റവാളിയല്ലേ എന്ന് പൊതുസമൂഹം അറിയുന്നത് ഇത്തരത്തിൽപ്പെട്ട ചില വെളിപ്പെടുത്തലുകളിലൂടെയാണ്. അപ്പൊ ഇന്നലെ വരെ നമുക്ക് കിട്ടിയ അറിവ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, പെൺകുട്ടിയെ നിർബന്ധിത എന്താ പറയാ ഗർഭചിത്രത്തിന് ശ്രമിച്ചു, ഒന്നല്ല പലവട്ടം എന്താ പറയാ ബലാത്സംഗം ചെയ്തു, ഈ നഗ്നചിത്രം എടുത്തു, പിന്നെന്താണ് കൊല്ലുമെന്ന് ഭീഷണി. പക്ഷെ അത് പരാതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ പരാതിയിൽ കൊല്ലുമെന്നുള്ള ഭീഷണി ഞാൻ കണ്ടില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചില്ല. കാരണം അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞത്, നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ അതാണ് ആഘോഷിച്ചത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ. അപ്പോൾ മാധ്യമങ്ങൾ വിചാരണ നടത്തി മതിയാവുമ്പോൾ നിർത്തട്ടെ. ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും ഈ രീതിയിൽ ഈ റെപ്യൂട്ടഡ് ആയ പുരുഷന്മാർക്കെതിരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കെതിരെ ഇങ്ങനെ ലൈംഗിക ആരോപണമായി വരരുത് കേട്ടോ. വരരുത്. അതാണ് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് എന്നുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. രാഹുലിന്റെ രക്തത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സജന ബി സതീഷ് പോലുള്ള, അങ്ങനെയാണ് ആ പേര് തോന്നുന്നു, സജന എന്ന് പേരുള്ള തിരുവനന്തപുരത്തെ ആ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം, ഈ ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞ ഈ ഒരു കാര്യം വിശ്വസിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾക്കൊക്കെ പരാതി അയച്ചിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിലേറ്റണമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം
കെ സുധാകരനും നമ്മുടെ സണ്ണി ജോസഫും നമ്മുടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തൽക്കാലം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടം നോക്കിക്കോളും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടം നോക്കിക്കോളും. നിങ്ങൾ വല്ലാണ്ട് ബേജാറാണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആകെ കൈവിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്. നിങ്ങൾ നല്ല വാശിയോടെ ഒത്തൊരുമയോടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ നാട്ടിലെ നിങ്ങൾ എന്തൊക്കെ തെണ്ടിത്തരം ചെയ്താലും ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത തവണ CPM ഒരു കാരണവശാലും അധികാരത്തിൽ കയറ്റരുത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു ഭാഗം നിങ്ങൾക്ക് വോട്ട് ചെയ്യും, മറ്റൊരു ഭാഗം BJPക്കും വോട്ട് ചെയ്യും. അതല്ലാതെ CPM വോട്ട് പോകില്ല കേട്ടോ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ തൽക്കാലം രാഹുലിന്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശ്രദ്ധ പതിപ്പിക്കുക. നിങ്ങൾ ആദ്യ വിജയം, ഇതൊരു സെമി ഫൈനലാണ്. ഈ വരുന്ന 13-ാം തീയതി ഫലമറിയുന്നത് 2026 ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 13-ാം തീയതിയിലെ ഈ ഫലമറിയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആരും നിൽക്കണ്ട. ഈ നേരത്തെ പറഞ്ഞ സജന ബി സതീഷ് പോലുള്ള ഈ ഇന്നലെ പെയ്ത മഴക്ക് മുളച്ചു പൊന്തിയ തകരകൾ എന്നൊക്കെ പറയില്ലോ, അത്തരത്തിലുള്ള തകരക്കൂട്ടങ്ങളോടൊക്കെ തൽക്കാലം മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുക കേട്ടോ. അത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനിപ്പം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. കാരണം ഈ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ തയ്യാറാക്കിയ അല്ലെങ്കിൽ ഈ FIR പോലീസ് തയ്യാറാക്കിയ FIR എന്ന് പറയുന്നത് പെൺകുട്ടി പറഞ്ഞത് തന്നെയാണോ, അതല്ലെങ്കിൽ പോലീസുകാർ എഴുതി തയ്യാറാക്കിയതോ ആണോ എന്നാണ് ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്നറിയോ, ആ FIR-ൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടി നൽകിയ മൊഴിയിൽ നമുക്ക് ഇപ്പം കിട്ടിയ ഈ വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന്, മറ്റു മാധ്യമങ്ങളിൽ നിന്ന്, ഓൺലൈൻ ചാനലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഈ മൊഴി പകർപ്പ്, ഈ മൊഴിയിൽ പെൺകുട്ടി പറയുന്നത് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ്. നമ്മൾ ആദ്യം കേട്ട ഈ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഓഡിയോയിലും അത് കഴിഞ്ഞിട്ട് ഈ ന്യൂസ് മലയാളം ചാനൽ പുറത്തുവിട്ട രണ്ടാമത്തെ ഓഡിയോയിലും ഒന്നും, അല്ലെങ്കിൽ ഈ ചാറ്റുകളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയുമില്ല കേട്ടോ. ഒരു സൂചനയുമില്ല. ബലാത്സംഗം ചെയ്തു എന്നുള്ള പറഞ്ഞ ഒരു സൂചനയേ ഇല്ല. ആകെയുള്ളത് ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങള്, ഇവർ തമ്മിലുള്ള ഇഷ്ടങ്ങള്, ഇവർ തമ്മിലുള്ള പ്രണയങ്ങള്, അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള കലഹങ്ങള്, ആ കലഹത്തിന്റെ ഇടയിൽ ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഹുലിന്റെ നിർദ്ദേശങ്ങള്, അതിനോടുള്ള വിയോജിപ്പുകൾ, അതല്ലാതെ ഈ രീതിയിലുള്ള ഒരു ബലാത്സംഗത്തിൻ്റെതായ ഒരു സൂചനകളും ആദ്യം വന്ന ഈ രണ്ട് ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ യുവതി നൽകിയ പരാതിയിൽ ബലാത്സംഗങ്ങളുടെ കഥകളാണ് എന്ന് പറഞ്ഞാൽ 3 സ്ഥലത്ത് 3 പ്രാവശ്യം തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. താൻ ഗർഭിണിയായിരിക്കുമ്പോഴും ബലാത്സംഗം ചെയ്തു, അതല്ലാത്ത സന്ദർഭത്തിൽ ബലാത്സംഗം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു തവണ ബലാത്സംഗം ചെയ്തുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു തവണ ബലാത്സംഗം ചെയ്തെങ്കിൽ പിന്നെ 2ാം തവണയും 3ാം തവണയും ഒക്കെ ഇങ്ങനെ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുകയാണ്. ഒരു ഏറ്റവും വലിയ കോമഡി അല്ലത്. എത്ര സൗഹൃദത്തിലാണെങ്കിലും ഫിസിക്കൽ റിലേഷന് താല്പര്യമില്ലാത്ത ഒരു യുവതിയെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഒരു തൽക്കാലത്തേക്ക് അങ്ങനെ വിശ്വസിക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം ബലാത്സംഗം ചെയ്തു, 2ാം പ്രാവശ്യം ബലാത്സംഗം ചെയ്യുക, 3ാം പ്രാവശ്യം ബലാത്സംഗം ചെയ്യുക. എന്തായിട്ട് അർത്ഥം? ഈ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബലാത്സംഗത്തിന്റെ പിന്നാലെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ, അവിടെ ഈ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയപ്പോൾ, ക്രൈംബ്രാഞ്ച് ഇവരുടെ മൊഴിയെടുത്തപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഒരു സജഷൻ ആയിരിക്കും. കാരണം അവർക്കറിയാം ഈ സൗഹൃദത്തിലൂടെ അല്ലെങ്കിൽ സൗഹൃദത്തിലൂടെയുള്ള ആ ബന്ധത്തിനിടയിൽ ഉണ്ടായ ലൈംഗിക ബന്ധങ്ങൾ അതൊരിക്കലും ഒരു കേസിനാസ്പദമല്ല, ഒരു കോടതിയിലും ഇത് നിലനിൽക്കില്ല എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ബലാത്സംഗം എന്ന് കൂട്ടിച്ചേർത്തു. ഇത് നിങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടവുമായുള്ള ഈ പുറത്തു വന്ന ചാറ്റുകള്, പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ, ഇതിലൊന്നും ബലാത്സംഗത്തിൻ്റെതായ ഒരു സൂചനയും ഇല്ല എന്നിരിക്കെ പോലീസിലെ യുവതി കൊടുത്ത മൊഴിയിൽ ഒരു ബലാത്സംഗമല്ല, ബലാത്സംഗത്തിന്റെ ഒരു സീരീസ് ആയ ബലാത്സംഗങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഗർഭിണിയായിട്ട് പോലും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ദുസ്സൂചനകൾ അതിലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാഹുലിനെ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടന്നത് കേട്ടോ.
മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ നഗ്നചിത്രം എടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. തന്റെ നഗ്നചിത്രം എടുത്തു എന്ന് ഈ പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നു. അപ്പോൾ ഇത് ചില നിയമജ്ഞരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, ഈ നഗ്നചിത്രം എടുത്തു എന്ന് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പിടിച്ചെടുക്കാനാണ് അത്രേ. അപ്പോൾ ഫോൺ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് തന്റെ നഗ്നചിത്രം എടുത്തു എന്നുള്ള ഒരു പരാതിയായിട്ട് പറയാം. നഗ്നചിത്രം എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുലിന്റെ ഫോൺ പിടിച്ചെടുക്കും. അങ്ങനെ രാഹുലിന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇല്ലാക്കഥ പറയുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഈ യുവതി കൊടുത്തിരിക്കുന്ന ഈ പരാതിയിലുടനീളം നമുക്കത് ഈ യുവതിയുടെ മൊഴി വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നു ഈ യുവതി പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ഇനി ഞാൻ ഏറ്റവും അവസാനമായി രാഹുൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, യുവതി ഇത് നേരത്തെ തന്നെ വന്നതാണ് കേട്ടോ. ഇന്നലെ മെനയാന്ന് മുതൽ തന്നെ 2 ദിവസം മുമ്പ് തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്, ഈ പെൺകുട്ടി അത്രമേൽ നിഷ്കളങ്കയൊന്നുമല്ല, ഒരു ഇരയൊന്നുമല്ല, ഫ്രോഡ് കള്ളിയാണ് ഇതിന് പിന്നിൽ, ഏറ്റവും വലിയ ചതിയാണ്, ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത്, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് ആദ്യമായി പറഞ്ഞത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആണ് കേട്ടോ, സുപ്രീം കോടതിയിലെ അഭിഭാഷക. ഞാൻ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അവര് വളരെ കൃത്യമായി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട്, ഞാൻ ദീപ ജോസഫ്, ഞാൻ സുപ്രീം കോടതിയുടെ അഭിഭാഷകയാണ്, എന്റെ കുടുംബം ഇന്നതാണ്, എന്റെ ഭർത്താവിന്റെ പേര് ഇതാണ്, എന്റെ മകൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മുഴുവൻ അവരുടെ വിവരങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ ദീപ ജോസഫ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. എന്നിട്ട് വീഡിയോ അല്ല, അവർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് ഈ പെൺകുട്ടിയുടെ എല്ലാവിധ എന്താ പറയാ നെറികേടുകളും ഉയർത്തിക്കൊണ്ട് ചതിയാണ്, വഞ്ചനയാണ് ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത്, ഫ്രോഡാണ്, ഇത് ഹണി ട്രാപ്പാണ് ഈ പെൺകുട്ടി രാഹുലിനോട് നടത്തിയത്. രാഹുലിനെ പ്രണയം നടിച്ചുകൊണ്ട് രാഹുലിനെ ചീറ്റ് ചെയ്യുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ ഉദ്ദേശമെന്ന് ദീപ ജോസഫാണ് നമ്മളോട് ആദ്യമായി പറഞ്ഞു കേട്ടോ. പിന്നീട് രാഹുൽ ഈശ്വർ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറും TV ചർച്ചകളിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും, ഒരുപാട് TV ചർച്ചകൾ വിവിധ ചാനലുകളിൽ രാഹുൽ ഈശ്വറാണ് വളരെ കൃത്യമായി പറഞ്ഞത്, ആ പെൺകുട്ടി വിവാഹിതയാണ്, പെൺകുട്ടിയെ നിങ്ങൾ അതിജീവിത എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ആ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം കേട്ടോ.